ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 ആയ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10th സ്റ്റാൻഡേർഡിൽ ഫിസിക്സിൽ 2 പാർട്ടായിട്ടാണുള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1ൽ നിങ്ങൾക്ക് പഠിക്കാൻ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ എന്താണ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഈ 3 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത പാർട്ട് 2ൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. ഫിസിക്സിൻ്റെ പാർട്ട് 2ൽ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അതെന്താണ് ലൈറ്റിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പിന്നെ എന്താണ് ചാപ്റ്റർ 6 എന്ന് പറയുന്നത് വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. അതുപോലെ തന്നെ ചാപ്റ്റർ 7 എന്ന് പറയുന്നത് എന്താണ് എനർജി മാനേജ്മെൻറ്റ്. ഈ 2 ചാപ്റ്റേഴ്സും എന്താണ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലേക്ക് പോവാം. അതിൽ മേജർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ജൂൾസ് ലോ, അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. അതെന്താണ് സീരീസും ഉണ്ട്, അതുപോലെ പാരലൽ കണക്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഹീറ്ററിനെ പറ്റിയും അതുപോലെ സേഫ്റ്റി ഫ്യൂസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. അതിൽ ഏതൊക്കെയാണ് ഇലക്ട്രിക് പവർ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ടിൽ ഇൻകാൻസെൻ്റ് ലാമ്പിനെ പറ്റിയും അതുപോലെ ഡിസ്ചാർജ് ലാമ്പിനെ പറ്റിയും LED ബൾബ്, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബിനെ പറ്റിയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, റിപ്പയർ എങ്ങനെയാണ്, റീയൂസ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക് ഏതാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത് അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസിൽ വരുന്ന ടോപ്പിക്കായിട്ട് നിങ്ങൾ എടുക്കുക. അതുപോലെ ജൂൾസ് ലോ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ അപൂർവം എന്ന് തന്നെ പറയാം. എല്ലാത്തിലും ചോദിച്ചിട്ടുണ്ട് ജൂൾസ് ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇലക്ട്രിക് പവർ, അതുപോലെ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. ഈ 4 ടോപ്പിക്ക് മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ശ്രദ്ധാപൂർവം നോക്കുക. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ടിനെ പറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അത് നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ഓഫ് എനർജിയാണ് വേറൊരു ഔട്ട്സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് കിട്ടുന്നത്. അതായത് മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഡെയിലി നമ്മൾ കാണുന്നൊരു പ്രോസസ്സാണ് നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ പെട്രോൾ പമ്പിൽ ഈ പെട്രോൾ എന്ന് പറയുന്നത് എന്താണ് കെമിക്കൽ. ഈ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഈ ഒരു കെമിക്കൽ എനർജി എന്താണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ എക്സാമ്പിളിൽ എന്താണ് ഒരു ഫ്രൂട്ട് മരത്തുമേലുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് മരത്തിലുള്ളപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, അത് താഴോട്ടേക്ക് വരുമ്പോൾ എന്താണ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ എന്താണ് എനർജി കൺവേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞായിരുന്നു. അതിൽ
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനർജി എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ചുറ്റുമായിട്ട് നമ്മളെ വീടുകളിലൊക്കെ ഒരുപാട് ഇലക്ട്രിക് ഡിവൈസസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാന്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, സ്റ്റോറേജ് ബാറ്ററി, ഇൻവേർട്ടർ, ഇങ്ങനെ ഒരുപാട് ഇലക്ട്രിക് ഡിവൈസസ് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ഇലക്ട്രിക് കറണ്ട് കൊണ്ടാണ് ഈ ഡിവൈസൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് കറണ്ടിന് എഫക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ബൾബിലൊക്കെ എന്തുണ്ട് നടക്കുന്നുണ്ട്? എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. ഈ എല്ലാ ഇലക്ട്രിക് ഡിവൈസസിലും എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിലും നടക്കുന്ന എനർജി കൺവേർഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസസിലും അതിൻ്റെ യൂസിനനുസരിച്ചിട്ടാണ് എനർജി ചേഞ്ച് ഉണ്ടാകുന്നത്. ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത് അതിൻ്റെ യൂസേജ് എന്താണ്? ഇലക്ട്രിക് ബൾബ് എന്ന് പറയുമ്പം അതിൻ്റെ യൂസ് ആണ് എന്ത്? നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി അവിടെ എന്താണ്? ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റോറേജ് ബാറ്ററി എന്താണ്? വൈൽ ചാർജിങ് എന്ന് പറയുമ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു യൂസേജ് നോക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് എനർജി ചേഞ്ചാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളോട് കുറച്ച് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്, അതിൻ്റെ യൂസും ആ എനർജി ചേഞ്ച്, അതായത് എന്തിൽ നിന്ന് ഏത് എനർജിയിൽ നിന്ന് ഏത് എനർജി ആയിട്ട് മാറുന്നത് എന്നുള്ള ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ആദ്യം. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ട, ഈ ഒരു സോളിനോയിഡിൻ്റെയും അയൺ ബോക്സിൻ്റെ ഒക്കെ ഒരേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇലക്ട്രിക് ഡിവൈസും അതിൻ്റെ യൂസും എനർജി ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്കറിയാം, ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റോറേജ് ബാറ്ററി എല്ലാ സ്റ്റോറിങ് ഡിവൈസിനെയും നമുക്ക് എന്താണ്? സ്റ്റോറേജ് ബാറ്ററി എന്നുള്ള ഈ ഒരു ഗണത്തിൽ പെടുത്താം. അപ്പോൾ അത് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ്? അവിടെ കറണ്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമുക്ക് അതിൻ്റെ യൂസ് എന്താണ്? കറണ്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നടക്കുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാർജിങ് അല്ലാതെ നമ്മൾ ആ ബാറ്ററി യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്താണ്? അവിടെ ഡിസ്ചാർജിങ് ആണ് നടക്കുക. അപ്പോൾ എന്താണ്? കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വൈൽ ചാർജിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ന ആ പ്രോസസ്സ് എഴുതാവൂ. പിന്നെ ഇലക്ട്രിക് സ്റ്റൗ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെയും എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫാനിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്? കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ വീട്ടിലെ മൈക്രോ ഓവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അത് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ചൂടായാലും മാത്രമല്ല നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മൈക്രോ ഓവണും ഇതെല്ലാം, പിന്നെ തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഹീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള മൈക്രോ ഓവൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. ഇൻവേർട്ടറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു AC എന്ന് പറയുന്നത് AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് നമ്മൾ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഈ AC DC എന്നൊക്കെ പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവും. AC എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടാണ്. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ആവും പീരിയോഡിക്കലി. എന്നാൽ ഈ ഒരു ഡയറക്റ്റ് കറണ്ടിൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ആവില്ല. അതാണ് ഈ ഒരു ACയും DCയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻവേർട്ടർ എന്ന് പറയുന്നത് വൈൽ ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്ത് എന്താണ്?
അതായത് നമ്മുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പം എന്താണ് അവിടെ DC AC ആയി മാറും. അതായത് കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ച എനർജി എന്താവും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മിക്സർ ഗ്രൈൻഡറിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മിക്സർ ഗ്രൈൻഡർ എന്തിനാണ് യൂസ് ചെയ്യുക? ഗ്രൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ് നടക്കുന്നത്? അതായത് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സിയിൽ ഇലക്ട്രിക്കൽ എനർജി പോവും. അപ്പോൾ ആ കറണ്ട് പോയി പാസ്സായാൽ എന്താണ് ആ മിക്സി കറങ്ങും. അതായത് അവിടെ എന്താണ് മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ചാൻസ്, അതായത് ഒരുപാട് SLC പേപ്പറിൽ കണ്ടിട്ടുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രീതിയിൽ ചോദിക്കുന്നത്. അതായത് എനർജി കൺവേർഷൻ, അതുപോലെ മാച്ച് പെയർ, അങ്ങനെ രീതിയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. വളരെ ഈസിയാണ് ഇത്, അത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ടൊന്നുമല്ല. നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഏത് കൺവേർഷനാണെന്നുള്ളത് നമുക്ക് വേഗം എഴുതാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്താണ്? ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ആ ഒരു ബേസിക്, എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്? നമുക്കറിയാം നമ്മുടെ മാറ്റർ, അതായത് നമ്മളെ ചുറ്റുമുള്ള എല്ലാം എന്താണ്? മാറ്ററാണ്. ആ എല്ലാ ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രി പഠിച്ചതാണ്. എന്താണ് അപ്പോൾ ആറ്റം എന്ന് പറയുന്നത്? അതായത് ഒരു എലമെൻറ്റിൻ്റെ സ്മോളസ്റ്റ് പാർട്ടാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻ്റ് എന്താണ്? എലമെൻ്റ് എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം. ഇപ്പോൾ നമ്മുടെ ഏത് ഒബ്ജക്റ്റ് ആണോ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ആറ്റം എന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രോൺസിൻ്റെയും അതുപോലെ തന്നെ പ്രോട്ടോൺസിൻ്റെയും അതായത് ഈ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്ന ന്യൂക്ലിയസിനും അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുക, അതായത് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും നമ്പർ വെച്ചിട്ട് നമുക്ക് ഏത് എലമെൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഈ ഒരു ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൊണ്ടാണ്. ഈ ഒരു പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു വയർ ആവശ്യമാണ്. വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്താണ് ഈ വയറൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കോപ്പർ വയറാണ് അധികം ഉപയോഗിക്കാറ്. കോപ്പർ വയറിൻ്റെ അത് എന്താണ്? കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കുറേ ആറ്റം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോപ്പറിൻ്റെ ഒരു ആറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താണ്? 29 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീലി ബൗണ്ടഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണ് അവിടെ നിന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ നോക്കുമ്പോൾ എന്താണ്? വളരെ കുറവാണ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അട്രാക്ഷൻ കുറയുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് വയർ എടുക്കുകയാണെങ്കിൽ, ഇപ്പം കോപ്പർ വയർ എടുക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതായത് ഒരു വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താവും? ആ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ എന്താണ്? ഈ ഒരു ഫ്രീ ഇലക്ട്രോണ് വേറൊരു നെക്സ്റ്റ് ആറ്റത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അതായത് ഇങ്ങനെ ഫ്ലോ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇലക്ട്രിസിറ്റിയുടെ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ഇലക്ട്രോൺസിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? മെറ്റീരിയൽസ് ദാറ്റ് അലോ ഫ്യൂ ഇലക്ട്രോൺസ് ടു മൂവ്. അതായത് കുറച്ച് മെറ്റീരിയൽസിനെ, അതായത് ചില മെറ്റീരിയൽസ് കുറച്ച് ഇലക്ട്രോൺസിനെ മാത്രമാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുള്ളൂ. അതിനെയാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ ബേസിക് പറഞ്ഞപ്പം കുറച്ച് പേർക്ക് ഇതൊന്ന് ക്ലിയർ ആവാത്തുണ്ടാവും. അപ്പോൾ ഞാനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത്
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കോപ്പർ വയറാണ്. അപ്പോൾ കോപ്പർ വയറിൻ്റെ ഒരു അതായത് കോപ്പർ ആറ്റത്തിൻ്റെ ഒരു മോഡലാണിത്, അറ്റോമിക് മോഡലാണിത്. ഇതിലെന്താണ് കോപ്പർ വയർ, അതായത് കോപ്പറിന് 29 പ്രോട്ടോൺസ് ആണ് ഉള്ളത്. അതെന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതായത് ഈ ന്യൂക്ലിയസുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഇലക്ട്രോണിന് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ആറ്റത്തിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാലൻസ് ഇലക്ട്രോണിന് ചെറിയൊരു ഫോഴ്സ് കിട്ടിയാൽ അതെന്താവും, മൂവ് ആവും. അതായത് ഇതൊരു സിമ്പിൾ മോഡലാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം അതായത് ഒരു കോപ്പർ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഒബ്ജക്റ്റാണ്, അതായത് ഒരു മാറ്ററാണ്. അത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്, കുറേ ആറ്റംസ് ചേർന്നിട്ടാണ് മാറ്റർ ഉണ്ടാവുക, അതായത് ഒബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കുറേ കോപ്പർ ആറ്റംസ് ചേർന്നിട്ടാണ് ഒരു കോപ്പർ വയർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രീലി ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടുന്ന് ചാടി അടുത്ത ആറ്റത്ത് പോവും, അടുത്ത ആറ്റത്ത് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്, അതായത് കറണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എക്സാമിന് ചോദിക്കുകയൊന്നുമില്ല, പക്ഷേ ഹയർ ക്ലാസ്സുകളിൽ നമ്മൾ പോകുമ്പോൾ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത് എന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ, ബേസിക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഫിസിക്സിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് മാറ്റർ എന്ന് പറയുന്നത് കൗണ്ട്ലെസ് കോപ്പർ ആറ്റം കൊണ്ട് ഫില്ല് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ എന്താണ്, ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഇടയിൽ സ്പേസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അടുത്ത ആറ്റത്തിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതായത് ലാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റ് അനദർ വാലൻസ് ഇലക്ട്രോൺ. അതായത് ഇവിടെ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോണിലേക്ക് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ന്യൂ ഇലക്ട്രോൺ ഈസ് ഡ്രിഫ്റ്റിംഗ് ത്രൂ ഫ്രീ സ്പേസ് ലുക്കിംഗ് ടു സെയിം തിങ്. അതായത് ഇതിങ്ങനെ സെയിമായിട്ട് അപ്പുറത്തപ്പുറത്ത് ആറ്റത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ചെയിൻ എഫക്റ്റ് കണ്ടിന്യൂ ചെയ്യും. അതെന്ത് ചെയ്യും, അതെന്താണ് ശരിക്കും, അത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചേഞ്ച് ത്രൂ എനി സർക്യൂട്ട് ഓഫ് വയർ ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതായത് അവിടെ എന്താണ്, ചാർജിൻ്റെ ഫ്ലോയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ്, ഒരു സർക്യൂട്ടിലെ വയറിൽ കൂടി ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈമാണ്, Q/T ആണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ഒരു കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനും ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷനും ഡിഫറെൻ്റ് ആണ്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കും, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കുമാണ്. അപ്പോൾ നമ്മളിനി ഇലക്ട്രിക് സർക്യൂട്ട് എങ്ങനെയാണ് വരക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരുപാട് സിമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സിമ്പിൾസൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഇലക്ട്രിക് സെല്ലിൻ്റെ സിമ്പിൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇലക്ട്രിക് ബൾബിൻ്റെ ഒരു സിമ്പിളാണിത്. പിന്നെ നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ പൊസിഷനിലും ഉണ്ടാകും, ഓഫ് പൊസിഷനിലും ഉണ്ടാകും. ഓൺ പൊസിഷനിലുള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു സിമ്പിളാണിത്, ഓഫ് പൊസിഷനിലുള്ളപ്പോൾ ഉണ്ടാകുന്ന സിമ്പിളാണിത്. ബാറ്ററിയുടെ സിമ്പിളാണിത്, വയറിൻ്റെ സിമ്പിളാണിത്. അപ്പോൾ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് ഇതെന്തായാലും എഴുതി വെക്കേണ്ടതാണ്, നിങ്ങളത് മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. 1 വോൾട്ട് എന്താണ് ഈ ഒരു 1 വോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഒരു ബാറ്ററി ബൾബുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇവിടെ ഈ ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് ചാർജും ഉണ്ടാകും, നെഗറ്റീവ് ചാർജും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു ബൾബിനും ഉണ്ടാകും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നെഗറ്റീവ് ചാർജുള്ള ഭാഗത്ത് എന്തായിരിക്കും, ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പം ഈ ഒരു പോസിറ്റീവ് ചാർജുള്ളത് എന്തായിരിക്കും, ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ചാർജുകൾ തമ്മിൽ എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ചാർജ് ഒഴുകണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു വർക്ക് ചെയ്യണം. ഇവിടെ ഈ ഒരു ചാർജ് ഡിഫറൻസ് ഏതൊക്കെയാണ്, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ചാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത്, കറണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു ചാർജിനെ നമുക്ക് ഈ ഒരു ചാർജിനെ, അതായത് ഈ ഒരു ചാർജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, ഒരു വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നോ അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ വർക്ക് എന്ന് പറയുന്നത് 1 ജൂളാണ് ചെയ്തതെങ്കിൽ അവിടെ ഒരു കൂളം ചാർജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കൂളം ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ ഒരു 1 ജൂൾ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഇത് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്, 2 പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ചാർജ് ഒഴുകണമെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണം. അവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൂളം ചാർജ്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു പോയിന്റിലേക്ക് ഒരു കൂളം ചാർജ് ഒഴുകണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ ആ വർക്ക് ചെയ്താൽ മാത്രമേ അവിടെ ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജാണ്. ഇപ്പോൾ നമ്മൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്, 1 ജൂൾ വർക്ക് ബൈ ചാർജ്. അതായത് ചാർജിൻ്റെത് എന്താണ്, ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമാണ്. അതായത് 1 വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ കൂളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുക. ഈ ഒരു കറണ്ടൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്, അമീറ്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു.